ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അതേസമയം വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നു. അപർണ, എന്തായാലും വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിനെ അല്പസമയത്തിനുള്ളിൽ വഞ്ചൂർ കോടതിക്ക് ഹാജരാക്കും. ഇന്ന് രാത്രി 11 മണിക്ക് ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അത് വൈകിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് കൊച്ചിയിൽ നിന്നും ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ ടി.ജി. മോഹൻദാസ് ഉള്ളത്. കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നത് ഉൾപ്പെടെ 4 കേസുകളാണ് ഇത്തരത്തിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ടി.ജി. മോഹൻദാസിന്റെ ലാപ്ടോപ്പും ഫോണും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സൈബർ പോലീസ് ഇപ്പോൾ മെറ്റയ്ക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. ഈ വീഡിയോ, വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്ന വീഡിയോ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെറ്റയ്ക്ക് കത്ത് നൽകാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും മെറ്റയ്ക്ക് കത്ത് നൽകുക. എന്തായാലും കഴിഞ്ഞ മാസം 29-നാണ് ഇത്തരത്തിൽ കേസ് ടി.ജി. മോഹൻദാസിനെതിരെ എടുക്കുന്നത്. പരാതികൾ ലഭിച്ച് 3 ദിവസത്തിന് ശേഷം കേസെടുത്തു എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. ആരുണും ശരി, വ്യക്തമാണ്. എന്തായാലും സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്.